ഇറാനിൽ കുടുങ്ങി മലയാളികൾ. മെർച്ചന്റ് നേവി കോഴ്സ് പഠിച്ച് ഇറാനിൽ ജോലി തേടിയെത്തിയ 11 മലയാളികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. നിൽക്കുന്ന സ്ഥലം സംഘർഷഭരിതമെന്നും എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഇറാനിൽ മെർച്ചന്റ് നേവി കോഴ്സ് പഠിച്ച് ഇറാനിൽ ജോബിന് വേണ്ടി വന്നവരാണ്. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് വന്ന 8-9ഓളം മലയാളീസ് ഉണ്ട്. ഒരുപാട് കമ്പനി വഴി വന്ന ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുവാണ് മിസൈൽ വന്ന് വീഴുന്നതും തീ കത്തുന്നതും ഒക്കെ. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ പേടിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ നിന്ന് സാലറിയും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ജോബ് ഉപേക്ഷിച്ച് ഞങ്ങളെ നാട്ടിലെത്തിക്കണമെന്ന് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുകയും അതിനവർ ഒരു രീതിയിലുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ നാട്ടിലോട്ട് തിരിച്ചെത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്ന് വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂര്യഗായത്രി, ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് അവിടെ കുടുങ്ങിക്കിടന്ന മലയാളികളിൽ ഒരാളുടെ ശബ്ദമാണ്. അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. ഇറാനിൽ ഈ രീതിയിൽ മലയാളികളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് സത്യമാണ്. അവിടെ മലയാളികളുണ്ട്, കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് എന്ന കാര്യം വ്യക്തമാവുന്നു. മെർച്ചന്റ് നേവി എന്ന് പറയുമ്പോൾ അത് കപ്പലുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ആ മേഖലയിലാകെ കപ്പൽ ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയുമാണ്. എന്താണ് ഇവർ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ? പ്രജിൻ, കുറച്ച് ദിവസങ്ങളായി യുവാക്കൾ നമ്മളോട് സംസാരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ എപ്പോഴും അവർക്ക് അങ്ങനെ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഇന്നാണ് ഇപ്പോൾ ഈ കുട്ടികൾ മെസ്സേജ് അയച്ചത്. അതായത് ഖുറംഷർ എന്ന സ്ഥലത്താണ് അവരിപ്പോൾ ഉള്ളത്. അവർ തന്നെ പറയുന്ന ഏകദേശം 11ഓളം മലയാളി യുവാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒക്ടോബർ 27-ാം തീയതിയാണ് ഇവർ നാട്ടിൽ നിന്നും എറണാകുളം രുദ്രാക്ഷ ഏജൻസി വഴി റിക്രൂട്ട് ചെയ്ത് ഇറാനിലെത്തുന്നത്. കപ്പൽ ജോലിക്കായിട്ട് എത്തിയവരാണ്. മെർച്ചന്റ് നേവി കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്കായിട്ട് എത്തിയവരാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇവർ ഇറാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് തുടക്കത്തിൽ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അധികൃതരൊക്കെ ഭയക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. അത്തരത്തിലുള്ള സാഹചര്യം അവരുടെയും കണ്ണിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടുത്തെ സാഹചര്യം ഭയാനകമാണ് എന്നുള്ളതാണ് ഇവർ നമുക്ക് തന്നെ മെസ്സേജ് അയച്ച് പറയുന്നത്. തൊട്ടടുത്ത് ഏകദേശം അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 500 മീറ്റർ അകലെ വരെ മിസൈൽ വന്ന് പൊട്ടുന്നത് അവർ കണ്ടു. അതിന്റെ വീഡിയോ അടക്കമുള്ള ദൃശ്യങ്ങൾ അവർ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് തങ്ങളുള്ളത്. എങ്ങനെയെങ്കിലും തങ്ങളെ നാട്ടിലൊന്ന് എത്തിക്കണം എന്നുള്ള അപേക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ കണക്കറിയില്ല. പക്ഷെ അവർ 11ഓളം പേർ മലയാളികളായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓരോരുത്തരും ഓരോ സ്ഥലത്താണുള്ളത്. നേരത്തെ അവർ ഷിപ്പിലായിരുന്നു. ഇപ്പോൾ ഖുറംഷർ പോർട്ടിലാണ് അവർ ഉള്ളത്. അവിടെ തന്നെ വിവിധ ബോട്ടുകളിലായിട്ടാണുള്ളത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ പോയി. ഇന്ത്യക്കാർ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എത്രയും വേഗം തങ്ങളെ നാട്ടിലെത്തിക്കണം എന്നുള്ള അപേക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അധികൃതർ എത്രയും വേഗം അത് കാണുമെന്ന് മനസ്സിലാക്കുന്നു. NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെ അപേക്ഷകൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഇറാനിൽ നിന്ന് തങ്ങളെ നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ള അപേക്ഷ അതവർ വലിയ ഭയപ്പാടോടെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.